ഹേമ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ പഠിക്കാൻ രാജ്യത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് കേരളത്തിൽ മാത്രമാണെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് സ്ത്രീകൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു. കമ്മിറ്റിയുടെ ഭാഗമായുള്ള മറ്റ് നിയമപരമായ പരിശോധനകളും തുടർന്നു വരികയാണ്. ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുള്ള അന്വേഷണ സംവിധാനം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നയപരമായ പരിശോധനകളും തുറന്നു വരികയാണ്. എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംവിധാനം നാം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുത്തവരും മൊഴി കൊടുക്കാത്തവരും ആർക്കും ഉള്ള ഏതൊരു ദുരനുഭവവും ഇപ്പോൾ ഉയർത്താൻ തയ്യാറായാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായ തുടർ നടപടികൾ വൈകിയതിന് കാരണം സർക്കാർ വ്യക്തമാക്കിയതാണെന്ന് AK ബാലൻ. മൊഴി കൊടുത്തവർ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന് പറഞ്ഞു. സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടുവെന്നും AK ബാലൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിട്ടും കുറ്റക്കാർക്കും കൊലയാളികൾക്കും സംരക്ഷണം ഒരുക്കുകയായിരുന്നു സർക്കാരെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കിയ മറ്റേത് കേസാണ് കേരളത്തിലുള്ളത്? കോടതിക്ക് മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കുമോ? BJPയുടെ ഔദാര്യത്തിലാണ് സർക്കാർ നിലനിൽക്കുന്നതെന്നും K. സുധാകരൻ പറഞ്ഞു. സ്വാഭാവികല്ലേ, 4.5 വർഷം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാതെ പെട്ടിക്കകത്ത് കാത്തു സൂക്ഷിച്ച് ഈ കൊലയാളികൾക്കും ഈ കുറ്റക്കാർക്കുമൊക്കെ സംരക്ഷണം നൽകിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. മറ്റ് ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ അവർ കേസെടുക്കാൻ നിന്നത്? എന്താ ഹേമ റിപ്പോർട്ട്? എന്താ ആ റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും അഭിമാനങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ഭരണത്തിന്റെ ചിത്രമാണ്. എന്ത് ചെയ്തു സർക്കാർ? എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് ഹേമ റിപ്പോർട്ട് മാത്രം വേണ്ട, ഇവിടെ നാട്ടിൽ നടക്കുന്ന മറ്റ് ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ കഥയതാ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം? നമ്മുടെ നാട്ടിൽ 6 വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് തൂക്കിക്കട്ടിയില്ലേ? എന്ത് ചെയ്തു ഈ സർക്കാർ? 1 അല്ല 2 അല്ല 3 അല്ല, എന്ത് ചെയ്തു ഈ സർക്കാർ? അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കുമെതിരെയുള്ള ഈ അതിക്രമത്തെ അതിജീവിക്കാനുള്ള ഒരു മനസ്സും ഈ ഇടതുപക്ഷ സർക്കാരിന് ഇല്ല എന്ന് മാത്രമല്ല, ഇവർക്ക് അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നവർ ഈ ഹേമ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇവര് അതിനകത്ത് ഏറ്റവും കൂടുതൽ CPM അനുകൂല ആളുകളാണ്.
CPM അനുകൂല ആളുകളെ രക്ഷിക്കാനാണ് ഇവരുടെ മാർഗം. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതീവ ഗൌരവതരമെന്ന് രമേശ് ചെന്നിത്തല. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനാണ്? റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടണം. മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR എടുക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നാണ്. ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഈ ഗവൺമെന്റിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചിതമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു? മാത്രമല്ല, കോടതി എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടണം. കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരം FIRകൾ എടുക്കണം. മൊഴികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ FIR എടുക്കുകയാണ് വേണ്ടത്. പ്രത്യേക അന്വേഷണ സംഘവും അത്തരം FIR എടുത്ത് കേസുമായി മുന്നോട്ട് പോകണം. ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ശക്തമായ ആ വിമർശനം ഉണ്ടായിരിക്കുന്നത്.